തെരഞ്ഞെടുപ്പ് ഡീൽ ആരോപണം വീണ്ടും സജ്ജമാകുന്ന കോന്നിയിൽ BJP ധാരണയെന്ന ആരോപണത്തിൽ UDF ഉറച്ചു നിൽക്കുകയാണ്. കോന്നി സീറ്റ് BDJSന് വിട്ടുകൊടുത്തത് ഒത്തുകളിയാണെന്നാണ് ആരോപണം. എന്നാൽ ഇത് നിഷേധിച്ച് BJP അധ്യക്ഷനും രംഗത്തെത്തുകയാണ്. എന്നോടൊപ്പം കോന്നിയിൽ നിന്ന് ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകൻ സാം ചെമ്പകത്തിൽ എന്നോടൊപ്പം ചേർന്നു. ശ്രീ സാം, കോന്നിയിലെ ഒരു സാഹചര്യം നമുക്കറിയാം. അടൂർ പ്രകാശ് അവിടെ വലിയ തോതിൽ സ്വാധീനമുറപ്പിച്ചിട്ടുള്ള ഒരു മണ്ഡലമാണ്. അവിടെ ഇപ്പോൾ ഒരു ഡീൽ നടക്കുന്നു എന്ന് പറയുമ്പോൾ അത് വ്യക്തമാക്കുന്ന ചിത്രം എന്താണ്? സ്വാഭാവികമായും 96 മുതൽ അടൂർ പ്രകാശിന് വലിയ സ്വാധീനമുണ്ടായിരുന്ന മണ്ഡലമാണ്. പത്മകുമാറിൻ്റെ കയ്യിൽ നിന്നാണ് പിടിച്ചെടുക്കുന്നത്. പിന്നീട് 2016 വരെ അദ്ദേഹത്തിന് അവിടെ തുടർന്ന് നിൽക്കാൻ കഴിയുന്നു. 19-ലാണ് ജിനീഷ് കുമാർ അവിടെ നിന്ന് വീണ്ടും സ്ഥാനാർത്ഥിയായി CPM-ന്റെ കോട്ടയിലേക്ക് അല്ലെങ്കിൽ CPM-ന്റെ ചേരിയിലേക്ക് കോന്നിയെ മാറ്റുന്നത്. അപ്പോൾ അവിടെ ഒരു ഡീലിന്റെ സാധ്യത എങ്ങനെയാണ് ശ്രീ സാം ചെമ്പകത്തിൽ കാണുന്നത്? ഹലോ, കേൾക്കാം സാം. കേൾക്കാം. ഈ കോന്നിയുടെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചിത്രം പരിശോധിച്ചാൽ 65 മുതൽ 96 വരെ ഇരു മുന്നണികളെയും വരവേറ്റ സ്വീകരിച്ചിട്ടുള്ള ഒരു നിയോജകമണ്ഡലമാണ് കോന്നി. 96-ലാണ് അടൂർ പ്രകാശ് ആദ്യമായിട്ട് അവിടെ മത്സരിക്കുന്നത്. 96 തൊട്ട് 2019 വരെ തുടർച്ചയായിട്ട് അദ്ദേഹം അവിടെ നിന്ന് വിജയിച്ചു. പിന്നീട് 2019 ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു. ഉപതെരഞ്ഞെടുപ്പിലും പിന്നീട് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലും ജനീഷ് കുമാർ അവിടെ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്നു. പിന്നെ അവിടുത്തെ ഒരു ചിത്രം പരിശോധിച്ചാൽ അവിടെ ഈ BJPക്ക് വലിയ സ്വാധീനമുണ്ട്. സുരേന്ദ്രൻ മത്സരിച്ച നമ്മൾ നോക്കിക്കഴിഞ്ഞാല് അവിടെ BJPക്ക് ഏതാണ്ട് 30,000-ഓളം വോട്ടുകൾ BJPക്ക് അവിടെ ഉണ്ട്. 39,000 വോട്ട് 2019 സുരേന്ദ്രൻ നേടിയിരുന്നു. അതായത് സീറ്റ് കൊടുക്കുന്നത് സുരേന്ദ്രന് 32,000 വോട്ട്. 2019-ലും 21-ലും സുരേന്ദ്രന് 32,000 വോട്ട്. അതിലെ പ്രധാനം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അനിൽ കെ ആന്റണിക്ക് 34,000 വോട്ടുകളും അവിടെ നിന്ന് ലഭിച്ചിരുന്നു. അപ്പൊ BJPക്ക് അവിടെ ഒരു നല്ല സ്വാധീനമുള്ള പ്രദേശമാണ്. പക്ഷെ ഈ പ്രാവശ്യം നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു BDJSനാണ് അവിടെ സീറ്റ് കൊടുത്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷം BJP സ്ഥാനാർത്ഥി മത്സരിച്ച മണ്ഡലമാണ്. പക്ഷെ ഈ പ്രാവശ്യം മത്സരിക്കുന്ന BDJSന്റെ ഒരു യഥാർത്ഥത്തിൽ അദ്ദേഹം SNDP അസിസ്റ്റന്റ് സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ച ആളാണ്. പക്ഷെ അദ്ദേഹം BDJSന്റെ നേതാവാണ്. അദ്ദേഹത്തിനാണ് അവിടെ സീറ്റ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു അത്ര വലിയ സ്വാധീനമുള്ള ഒരു സ്ഥാനാർത്ഥി അല്ല അവിടെ മറ്റ് BDJS സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. അതാണ് അവിടുത്തെ ഒരു. പക്ഷേ ഇത് ഒരു മുന്നണി മര്യാദയുടെ അനുസരിച്ച് ഒരു മണ്ഡലം വിട്ടുകൊടുക്കുന്നു. പക്ഷേ സുരേന്ദ്രനെ പോലെ ഒരാൾ മത്സരിച്ചൊരു മണ്ഡലമാണെന്ന് ഓർക്കണം. അതാണ് ഇപ്പൊ ഈ വിവാദങ്ങൾക്കെല്ലാം കാരണമാക്കിയതല്ലേ. വലിയ തോതിൽ സുരേന്ദ്രനെ പോലെ ഒരാൾ മത്സരിച്ച ഒരു സ്ഥലത്ത് വിട്ടുകൊടുക്കുമ്പോൾ ശബരിമല ഇഷ്യൂ കാലഘട്ടത്തിലാണ് സുരേന്ദ്രൻ അവിടെ മത്സരിക്കുന്നത്. സുരേന്ദ്രന് വലിയ സ്വാധീനം ഉണ്ടാക്കിയ ഒരു സമയം കൂടിയായിരുന്നു. അപ്പൊ ആ സമയത്തും പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അനിൽ കെ ആന്റണി മത്സരിച്ചപ്പോഴും ഈ റിസൾട്ട് അവിടെ നിലനിർത്തി 34,000 വോട്ട് അവിടെ സ്വാധീനിച്ചിരുന്നു. അത്തരം സ്വാധീനമുള്ള ഒരു BJPക്ക് നല്ല സ്വാധീനമുള്ള ഒരു നിയോജകമണ്ഡലമാണ് ഈ കോന്നി എന്ന് പറയുന്നത്. ഇപ്പൊ അവിടുത്തെ ഒരു മത്സരം പ്രവചിക്കാൻ കഴിയുമോ? അവിടുത്തെ ഒരു സ്ഥിതി വെച്ച് നോക്കുമ്പോൾ തെരഞ്ഞെടുപ്പിന്റെ ഒരു ആദ്യ ഘട്ടങ്ങളില് ജനീഷ് കുമാറിന് ഒരു മേൽക്കൈ ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ ആദ്യം പ്രവർത്തനത്തിന് ഇറങ്ങാൻ ജനീഷിന് കഴിഞ്ഞിരുന്നു. മാത്രമല്ല അദ്ദേഹം വളരെ നേരത്തെ ഇതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തിയിരുന്നു. മണ്ഡലത്തിൽ കുറെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. അതിന്റെ ഒരു മേൽക്കൈ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. പിന്നീട് അടൂർ പ്രകാശിന്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് ചില ആശങ്കകളും ചില തർക്കങ്ങൾ നിലനിന്നിരുന്നതിനാൽ അതിന്റെയും കുറെ സമയങ്ങൾ നഷ്ടപ്പെടുത്തി. പക്ഷെ ഇപ്പോൾ DCC പ്രസിഡന്റ് ശ്രീ സതീഷ് കൊച്ചുപറമ്പിൽ ഈ ചുരുങ്ങിയ ദിവസം കൊണ്ട് അദ്ദേഹം രംഗത്ത് വന്നു. അദ്ദേഹം ഒരു നല്ല ഒരു മെച്ചപ്പെട്ട സ്ഥിതിയിലേക്ക് ജനീഷിനോടൊപ്പം തന്നെ വന്നെത്താവുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ റോഡ് ഷോയും നിയോജകമണ്ഡലം കൺവെൻഷനിലും ഒക്കെ വലിയ ജനക്കൂട്ടം ഉണ്ടായിരുന്നു. അതൊരു ജനങ്ങളുടെ ഒരു ആവേശം. പ്രത്യേകിച്ച് അടൂർ പ്രകാശ് പൂർണ്ണ സമയം അവിടെ നിന്ന് പ്രവർത്തിക്കുന്നുണ്ട്. നിയോജകമണ്ഡലം കൺവെൻഷനിൽ അദ്ദേഹം പങ്കെടുക്കുകയൊക്കെ ചെയ്തു. ഒരു അടൂർ പ്രകാശിനോടുള്ള ഒരു ആവേശം അവിടെ ജനങ്ങളുടെ ഇടയിലുണ്ട്. ആ ഒരു ആവേശം ഇപ്പോൾ അവിടെ അങ്ങോട്ട് പ്രതിഫലിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു സതീഷ് കൊച്ചുപറമ്പിൽ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഒരു ജനീഷിനോടൊപ്പം എത്തുന്ന ഒരു സ്ഥിതിയിലേക്ക് അവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ഒരു ത്രികോണ മത്സരം എന്ന് ശ്രീ സാം പറയുമോ? അതോ അത് ഇല്ല, ത്രികോണ മത്സരം ഉണ്ടാവില്ല അവിടെ. അതിനൊരു സാധ്യത തീരെയില്ല.
കാണുന്നില്ല. പക്ഷേ ഏതായാലും LDF UDF ശക്തമായ ഒരു പോരാട്ടം നടക്കുന്ന LDF UDF ശക്തമായ മത്സരമാണ്, നല്ല മത്സരമാണ്. ഇപ്പോൾ തുടക്കത്തിൽ ജനീഷിന് മേൽക്കൈയുണ്ടായിരുന്നു. എന്നാൽ അത് ഇപ്പോൾ DC പ്രസിഡന്റ് സതീഷ് കൊച്ചുപറമ്പിലും പ്രചരണ രംഗത്ത് സജീവമായതോടുകൂടി ചിത്രം കുറെ കൂടി ഒരു ആർക്കാണ് വിജയം എന്നുള്ള ഒരു തീർത്തു പറയാനൊക്കാത്ത ഒരു സ്ഥിതിയിലേക്ക് വന്നിട്ടുണ്ട്. നല്ല ശക്തമായ മത്സരം ഇപ്പം കോന്നിയിൽ നടക്കുന്ന സ്ഥിതിവിശേഷമാണുള്ളത്. വളരെ നന്ദി ശ്രീ സാം. അവിടുത്തെ ഒരു നേർചിത്രമാണ് നമുക്ക് കോന്നിയിൽ നിന്ന് താങ്കൾ നൽകിയത്. ഏതായാലും വളരെ നന്ദി. അത് നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ അത് അവതരിപ്പിക്കുകയും ചെയ്തത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.